അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 27-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം മുതൽ 35 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വാഹ സ്വധാ നാമമനുപ്രഭാവൈ തൃപ്യന്തി ദേവാ പിതരസ്തഥൈവ യജ്ഞേഷു സർവേഷു മുദാഹരന്തി യന്നാമയുഗ്മശ്രുതിഭിർമുനീന്ദ്ര. യസ്യേച്ഛയാ സൃജതി വിശ്വമിദം പ്രജേശോ നാനാവതാരകലനം കുരുതേ ഹരിശ്ച. നൂനം കരോതി ജഗതഃ കില ഭസ്മശംഭുസ്താം ശർമ്മദാം ന ഭജത്തെ നു കഥം മനുഷ്യ. നൈകോസ്തി സർവഭുവനേഷു തയാ വിഹീനോ ദേവോ നരോധവിഹഗ കില പന്നഗോ വാ. ഗന്ധർവരാക്ഷസപിശാചനഗേഷു നൂനം യ സ്പന്ദിതും ഭവതി ശക്തിയുതോ യഥേച്ഛം. താം ന സേവേത കശ്ചണ്ഡീം സർവകാമാർത്ഥദാം ശിവാം. വ്രതം തസ്യ ന കഃ കുര്യാദ്വാഞ്ഛന്നർത്ഥചതുഷ്ടയം. മഹാപാതകസംയുക്തോ നവരാത്രവ്രതം ചരേൽ. മുച്യത്തെ സർവപാപേഭ്യോ നാത്ര കാര്യാ വിചാരണ. പുരാ കശ്ചിദ്വണിദ്ദീനോ ധനഹീന സുദുഃഖിത. കുടുംബീ ചാഭവൽ കശ്ചിൽ
കോസലേ നൃപസത്തമാ അപത്യാനി ബഹൂന്യസ്യാഭവൻ ക്ഷുത്പീഡിതാനി ച ഭക്ഷ്യം കിഞ്ചിത്തു സായാഹ്നേ പ്രാപുസ്തസ്യ ച ബാലകാം ഭുങ്ക്തേ സ്മ കാര്യകർത്താസൗ പരസ്യാധ ബുഭുക്ഷിത കുടുംബഭരണം തത്ര ചകാരാതി നിരാകുല സദാ ധർമ്മരതശാന്ത സദാചാരശ്ച സത്യവാക് അക്രോധനശ്ച ധൃതിമാൻ നിർമ്മതശ്ചാനസൂയക സംപൂജ്യ ദേവതാ നിത്യം പിതൃനപ്യതിഥിം തഥാ ഭുഞ്ജാനേ പോഷ്യവർഗേധാ കൃതവാൻ ഭോജനം വണിക് ഏവം ഗച്ഛതി കാലേ വൈ സുശീലോ നാമതോ ഗുണൈ ദാരിദ്ര്യാർത്തോ ദ്വിജം ശാന്തം പപ്രച്ഛാതി ബുഭുക്ഷിത സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 27-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം മുതൽ 35 കൂടിയുള്ള ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സ്വാഹാ സ്വധാ എന്നീ നാമം മന്ത്രശക്തിയുള്ളതല്ലോ. സംതൃപ്തരാകുന്നു ദേവ പിതൃദേവകൾ. സർവയജ്ഞങ്ങളിലുമി മന്ത്രത്തിനെ മുനി ശ്രേഷ്ഠർ സന്തോഷമായി വേദാന്ത്യത്തിൽ ഉച്ചരിക്കുന്നു. ആരുടെ ഇച്ഛയാൽ ബ്രഹ്മൻ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. അവതാരങ്ങളാൽ ഹരി പാലിച്ചിടുന്നു. അദ്രീശനാം ശങ്കരനും സംഹാര തൽപരനാകും ആ ദേവിയെ നരനെന്തേ ഭജിക്കുന്നില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവീ ശക്തിയില്ലാത്തതായി ദേവനില്ല മനുജനും. പക്ഷി മൃഗ സർപ്പഗന്ധർവാദികളില്ല. ആശക്തിയുള്ളിലായി നിറഞ്ഞിരിക്കുന്നതിനാലല്ലോ അവയ്ക്കെല്ലാം ഇഷ്ടം പോലെ സ്പന്ദിക്കാനാകും. സർവാഭീഷ്ടദ ദേവിയെ ആരാണു ഭജിക്കാത്തത്? പുരുഷാർത്ഥിയാവ്രതം ചെയ്യാതിരിക്കുമോ? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹാപാപിക്കും നവരാത്രവ്രതം അനുഷ്ഠിച്ചിട. മുക്തനാകും സർവപാപത്തിൽ നിന്നവനും. പണ്ടു കോസലത്തിലൊരു
ദരിദ്രനും ദുഃഖിതനും ഗൃഹസ്ഥനുമായ വൈശ്യൻ വസിച്ചിരുന്നു. നിരവധി സന്താനങ്ങൾ വിശപ്പിനാൽ വലഞ്ഞവർ. വൈകുന്നേരം മാത്രം എന്തെങ്കിലും ലഭിക്കും. അന്യർക്കായി വേല ചെയ്തു വിശന്നേറെ കഷ്ടപ്പെട്ട് അവൻ തൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എങ്കിലും ധർമാത്മാവായി ശാന്തനായി സദാചാര തൽപരനായി സത്യസന്ധനായി കഴിഞ്ഞു. കോപമില്ലാത്തവനായി ധൈര്യമേറെയുള്ളവനായി അഹങ്കാരം അസൂയാദി ഇല്ലാത്തവനായി പിതൃദേവ അതിഥികളെ ശക്തി പോൽ പൂജിച്ചല്ലോ. എല്ലാവർക്കും നൽകി സ്വയം ഭക്ഷിക്കുമവൻ. നാമം കൊണ്ടും ഗുണം കൊണ്ടും സുശീലനാം വൈശ്യനൊരു വിപ്രനെ കണ്ടേവം ഭക്ത്യ ചോദിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്ര കാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകേൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആരംഭിച്ചിട്ട് ഇന്ന് 302-ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം മുതൽ 35 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിന്ന് വിചാരം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. സ്വാഹാസ്വധാനാമനുപ്രഭാവൈ തൃപ്യന്തി ദേവാ പിതരസ്തഥൈവ യജ്ഞേഷു സർവേഷു മുദാഹരന്തി യന്നാമയുഗ്മശ്രുതിഭിർമുനീന്ദ്രാം. സ്വാഹ, സ്വധ എന്നീ നാമങ്ങൾ അത് മന്ത്രശക്തിയുള്ളതാണ്. മന്ത്രശക്തി ഉള്ളത് കൊണ്ട്
ദേവന്മാരും അതേപോലെ പിതൃക്കളും സന്തോഷിക്കുന്നു. നമ്മൾ ദേവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഹോമിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ സ്വാഹ എന്നും, അതേപോലെ തന്നെ പിതൃക്കൾക്ക് സമർപ്പിക്കുമ്പോൾ സ്വധ എന്നുമുള്ള നാമങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അഗ്നിയുടെ പത്നിയായിട്ടാണ് സ്വാഹ ദേവിയെ കണക്കാക്കുക. പിതൃക്കളുടെ പത്നിഭാവമാണ് സ്വധ എന്നുള്ളതിനുള്ളത്. മൂന്നാമത്തെ ദക്ഷൻ്റെ 16 മക്കളിൽ 14, 15 മക്കളാണ് ഇവിടെ സ്വാഹയും സ്വധയും. 16ാമത്തെ പുത്രിയാണ് സതി എന്നുള്ളത്. ഭാഗവതം നമ്മളത് കാണുന്നുണ്ട്. ഇപ്പം ഇവിടെ ഈ രീതിയിൽ 4ാമത്തെ സ്കന്ധത്തിൽ, ഭാഗവതത്തിൽ 4ാമത്തെ സ്കന്ധത്തിൽ പറയുന്നതിനെ ഇവിടെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഈ നാമങ്ങൾ മന്ത്രശക്തിയുള്ളത് കൊണ്ട് തൃപ്യന്തി ദേവാപിതരസ്തഥൈവ, ദേവന്മാരും പിതൃക്കളുമൊക്കെ സന്തോഷിക്കുന്നു. അതുകൊണ്ട് എല്ലാ യജ്ഞങ്ങളിലും യജ്ഞേഷു സർവേഷു മുദാഹരന്തി എന്നാമയുഗ്മശ്രുതിഭിർ മുനീന്ദ്ര. ഇവിടെ ഈ 2 നാമങ്ങളെ, അതുകൊണ്ട് എല്ലാ യജ്ഞങ്ങളിലും സർവേഷു മുദാഹരന്തി, ഈ 2 നാമങ്ങളും സസന്തോഷം, വളരെ സന്തോഷത്തോടുകൂടി യുഗ്മശ്രുതിഭിർ മുനീന്ദ്ര, വേദമന്ത്രങ്ങളുടെ അന്ത്യത്തിൽ ഇതിനെ ഉച്ചരിക്കണം. അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് സമർപ്പണം ചെയ്യുമ്പോൾ, ഹോമമൊക്കെ സമർപ്പിക്കുമ്പോൾ ഹോമത്തിൻ്റെ അവസാനത്തിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അതിൽ ഈ മന്ത്രമാണ് ചൊല്ലുക. അപ്പോൾ അങ്ങനെയുള്ള ആ ശ്ലോകം. പിന്നെ യസ്യേച്ഛയാ സൃജതി വിശ്വമിദം പ്രദേശോ നാനാവതാരകലനം കുരുതേ ഹരിശ്ച നൂനം കരോതി ജഗത കില ഭസ്മശംഭുസ്താം ശർമ്മദാം ന ഭജത്തെ നു കഥം മനുഷ്യ. ദേവിയുടെ മാഹാത്മ്യത്തെ വീണ്ടും പറയുകയാണ്. യസ്യേച്ഛയാ സൃജതി വിശ്വമിദം പ്രദേശോ, പ്രദേശൻ ബ്രഹ്മാവ്, ആരുടെ ഇച്ഛയാലാണോ വിശ്വമിദം, ഇദം വിശ്വം സൃജതി, ഈ ലോകത്തെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്, നാനാവതാരകലനം കുരുതേ ഹരിശ്ച, പല പല അവതാരങ്ങൾ കൈക്കൊണ്ട് ഇതിനെ പരിപാലിക്കുന്നത് വിഷ്ണു, നൂനം കരോതി ജഗത കില ഭസ്മശംഭു, ഈ ലോകത്തെ മുഴുവൻ ഭസ്മീകരിക്കുന്നത്, സംഹരിക്കുന്നത് സാക്ഷാൽ മഹാദേവൻ. തീർച്ചയായും ആ താം ശർമ്മദാം, ശർമ്മത്തെ നൽകുന്നവൾ, അപ്പോൾ മംഗളദായിനിയായ ആ ദേവിയെ കഥം മനുഷ്യ ന ഭജയത്തെ, എന്തുകൊണ്ടാണ് മനുഷ്യർ വേണ്ട പോലെ ഭജിക്കാത്തത്? നൈകോസ്തി സർവഭുവനേഷു തയാ വിഹീനോ ദേവോ നരോധ വിഹഗ കില പന്നഗോവ, ആ ദൈവിക ശക്തി കുടികൊള്ളാതെ ദേവനോ മനുഷ്യനോ പക്ഷിയോ, വിഹഗ പക്ഷികളോ, അതല്ലെങ്കിൽ പന്നഗോവ അതല്ലെങ്കിൽ പാമ്പോ, ഗന്ധർവ രാക്ഷസ പിശാച നഗേഷു നൂനം, അവിടെ എന്ന് വേണ്ട പിശാച്, ഗന്ധർവൻ, രാക്ഷസന്മാർ, ഇങ്ങനെ ഈ ലോകത്ത് വേറൊന്നും ഉണ്ടാവില്ല. ആ ശക്തി സ്പന്ദിതും ഭവതി ശക്തിയുതോ യഥേച്ഛം, അതുകൊണ്ടാണ് അവയ്ക്കൊക്കെ ഇഷ്ടം പോലെ സ്പന്ദിക്കാൻ, പ്രവർത്തിക്കാൻ കഴിയുന്നത്. ആ ഭഗവതി, ആ ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ടാണ്. തീർച്ചയാണ്, നൂനം, ഉറപ്പാണ് എന്നാണ് പറഞ്ഞത്. ആം ന സേവേത കശ്ചണ്ഡിം സർവകാമാർത്ഥദാം ശിവാം വ്രതം തസ്യ നഃ കുര്യാത് വാഞ്ഛന്നർത്ഥചതുഷ്ടയ. സർവാഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്നവളാണ്. സർവകാമാർത്ഥദാം ശിവാം, മംഗളസ്വരൂപിണിയാണ് ആ ചണ്ഡിക. ആ ചണ്ഡികയെ ആരാണ് ഭജിക്കാത്തത്? താം ന സേവേത കശ്ചണ്ഡിം, പുരുഷാർത്ഥ ചതുഷ്ടയം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് ആഗ്രഹിക്കുന്ന ഏതൊരാളാണ് വ്രതം തസ്യ നഃ കുര്യാൽ, ആ ദേവീവ്രതം അനുഷ്ഠിക്കാതിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ദേവീവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സകല പുരുഷാർത്ഥങ്ങളും സാധിക്കും എന്ന് പറയുന്നു. മഹാപാതക സംയുക്തോ നവരാത്രം വ്രതം ചരേൽ മുച്യത്തെ
സർവപാപേഭ്യോ നാത്രകാര്യ വിചാരണ. മഹാപാതകങ്ങൾ ചെയ്ത മഹാപാപികൾക്ക് പോലും നവരാത്രവ്രതം അനുഷ്ഠിക്കാം എന്നാണ്. അങ്ങനെ ചെയ്താലോ മുച്യതയെ സർവപാപേഭ്യോ, എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ മുക്തനായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ നാത്രകാര്യ വിചാരണ, അതിലൊട്ടും സംശയമില്ല എന്നാണ്. ഇനി അതിന് ഉദാഹരണം പറയുകയാണ്. പുരാ കശ്ചിത് വണിഗ്ദീനോ ധനഹീന സുദുഃഖിത കുടുംബി ചാഭവൽ കശ്ചിൽ കോസലേ നൃപസത്തമ. രാജാവേ, ഹേ നൃപസത്തമനായിരിക്കുന്ന ജനമേജയ, കോസല രാജ്യത്ത് ദീനനായി, ദരിദ്രനായി, ധനഹീനനായി, സുദുഃഖിത, അതുകൊണ്ട് തന്നെ വളരെ ദുഃഖിക്കുന്ന, കുടുംബി ഗൃഹസ്ഥനായിരിക്കുന്ന, കശ്ചിൽ വണിക്ക് ഒരു വൈശ്യൻ ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ എന്താ? അപത്യാനി ബഹുന്യസ്യാഭവൻ ക്ഷുത്പീഡിതാനി ച. അയാൾക്ക് നിരവധി അപത്യം എന്ന് വെച്ചാൽ മക്കള്, നിരവധി മക്കളുണ്ടായിരുന്നു. വിശപ്പ് കൊണ്ട് ക്ഷുത്പീഡിതാനിച്ച, അവരൊക്കെ വിശപ്പ് കൊണ്ട് വല്ലാതെ വലയുന്നവരാണ്. ഭക്ഷ്യം കിഞ്ചിത്തു സായാഹ്നേ പ്രാപുസ്തസ്യ ച ബാലകാഃ. ചിലപ്പോൾ വൈകിട്ട് മാത്രമാണ് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക. കുട്ടികൾക്ക് കിട്ടിയിരുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ഭുങ്ക്തേ സ്മ കാര്യകർത്താസൗ പരസ്യാധ ബുഭുക്ഷിത. കുടുംബഭരണം തത്ര ചകാരാതി നിരാകുല. ഇവിടെ അന്യർക്ക് വേണ്ടി പല പല പ്രവർത്തികളും ചെയ്ത് ആ വൈശ്യൻ വളരെ കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചു വന്നു. സദാ ധർമ്മരത. ഇങ്ങനെയൊക്കെയാണെങ്കിലും അയാൾ എപ്പോഴും ധർമ്മം വിട്ടൊന്നും ചെയ്തിരുന്നില്ല. ധർമ്മനിഷ്ഠനാണ്, ശാന്തനാണ്, സദാചാരതൽപരനാണ്, സത്യവാക് സത്യസന്ധനാണ്, അക്രോധനശ്ച ക്രോധമില്ലാത്തവനാണ്, കാമക്രോധങ്ങളൊക്കെ ജയിച്ച ആളാണെന്ന്. അതേപോലെ ധൃതിമാൻ ധൈര്യമുള്ളവനാണ്, അഹങ്കാരമോ അസൂയയോ ഇല്ലാത്തവനുമാണ്. അപ്പം അങ്ങനെ ധൃതിമാൻ നിർമ്മതശ്ച അനസൂയകാണ്. മതവുമില്ല, അഹങ്കാരവുമില്ല, അസൂയയുമില്ല. സമ്പൂജ്യ ദേവതാനിത്യം പിതൃനപ്യതിഥിം തഥാ. അപ്പോൾ പിതൃക്കള്, ദേവന്മാര്, അതിഥികള്. അപ്പോൾ 3 തരത്തിലുള്ള പൂജകൾ കഴിവനുസരിച്ച് അവരെയൊക്കെ നിത്യവും പൂജിച്ചിരുന്നു. ഇപ്പം ദേവപൂജ, പിതൃപൂജ, മനുഷ്യപൂജ. ഇത് 3ഉം വേണ്ടതുപോലെ ചെയ്തിരുന്നു. താൻ സംരക്ഷിക്കേണ്ടവരെ ഊട്ടിയിട്ട് മാത്രം, അവർക്ക് കൊടുത്തിട്ട് മാത്രമേ ഈ വൈശ്യൻ കഴിച്ചിരുന്നുള്ളൂ. ഭഗവാന്റെ ആ നിത്യ കർമ്മങ്ങളെക്കുറിച്ച് ഭാഗവതം പറയുന്ന സമയത്ത് ഇവിടെയും ഭഗവാനും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഭഗവാൻ കഴിക്കുള്ളൂ. ഇതൊക്കെ സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. ഇവിടെയും അദ്ദേഹം അതെ ഭുഞ്ചാനേ പോഷ്യവർഗേധ, തൻ്റെ പോഷ്യവർഗം താൻ സംരക്ഷിക്കേണ്ടവർക്ക് കൊടുത്തതിന് ശേഷം മാത്രം അദ്ദേഹം കൃതവാൻ ഭോജനം വണിക്ക്, ആ വൈശ്യൻ ഭക്ഷണം കഴിച്ചിരുന്നു. ഏവം ഗച്ഛതി കാലേ വൈ സുശീലോ നാമതോ ഗുണൈഹി. അപ്പോൾ പേരുകൊണ്ട് അദ്ദേഹം സുശീലനാണ്, തൻ്റെ ഗുണങ്ങളെ കൊണ്ട്, തൻ്റെ പ്രവൃത്തി കൊണ്ടും സുശീലനാണ്. അദ്ദേഹത്തെ സുശീലൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. അങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോൾ ദാരിദ്ര്യാർത്തോ ദ്വിജം ശാന്തം പപ്രച്ഛാദി ബുഭുക്ഷിത. ദാരിദ്ര്യം കൊണ്ട് പീഡിതനായി, ദാരിദ്ര്യം കൊണ്ട് ആർത്തനായ അദ്ദേഹം ഒരിക്കൽ ഒട്ടിയ വയറോടുകൂടി പപ്രച്ഛാദി ബുഭുക്ഷിത, ശാന്തനായ, ശാന്തം ദ്വിജം പപ്രച്ഛ, ശാന്തനായ ഒരു ബ്രാഹ്മണനോട് ചോദിച്ചു എന്ന്. എന്താണ് ചോദിച്ചത് എന്നുള്ളത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യീ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.